UDF സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ രാഷ്ട്രീയ എതിരാളികൾക്ക് യാതൊരു പ്രസക്തിയുമില്ലാത്ത വാർഡെന്നാണ് തരിശിനെക്കുറിച്ച് പൊതുവെയുള്ള വിലയിരുത്തൽ. സ്വർണത്തിന് സുഗന്ധമെന്ന ചൊല്ലുപോലെ ലീഗും കോൺഗ്രസും ഒത്തൊരുമിച്ച UDFിൻ്റെ തരിശെന്ന ഉരുക്കുകോട്ടയിൽ നിന്ന് വിജയിക്കുന്ന ഉണ്ണീൻകുട്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റാകുമെന്ന കാര്യത്തിൽ പ്രവർത്തകർക്ക് സംശയമേതുമില്ല. അതുകൊണ്ട് തന്നെ കരുവാരക്കുണ്ട് പഞ്ചായത്തിലെ 24 വാർഡുകളിൽ ഏറ്റവും കൂടിയ ഭൂരിപക്ഷം നൽകി ഉണ്ണീൻകുട്ടിയെ തെരഞ്ഞെടുത്തയക്കാനുള്ള പ്രയത്നത്തിലാണ് മുന്നണി പ്രവർത്തകർ. കരുവാരക്കുണ്ടിലെ ജനങ്ങൾ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭരണപരമായ കാര്യങ്ങളിൽ വളരെയധികം പ്രതിഷേധത്തിലാണ്. സംസ്ഥാന ഭരണം ഉണ്ടായിട്ടും പഞ്ചായത്തിൻ്റെ ഭരണം ഉണ്ടായിട്ടും ഇവിടെ കരുവാരക്കുണ്ടിൽ കാര്യമായി ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു വികസനം പോലും കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അവരുടെ ഭരണപരമായ കഴിവുകേട് ജനത്തിന് ബോധ്യപ്പെട്ടതിൻ്റെ തെളിവാണ് UDFിനെ ഈ കരുവാരക്കുണ്ടിലെ ജനങ്ങൾ നെഞ്ചേറ്റിരിക്കുകയാണ്. തരിശ് വാർഡിലെ UDFിൻ്റെ നേതാക്കന്മാർ ഇവിടെ എന്നെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി അവരെ ഏറ്റെടുത്തു. ഞാനിവിടെ നോമിനേഷൻ കൊടുത്തു. നോമിനേഷൻ സ്വീകരിക്കപ്പെട്ടു. ഇപ്പോൾ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്താണ്. വീട് കയറുകയാണ്. എല്ലാ വീടുകളിൽ നിന്നും ഈ 11-ാം തീയതി ഒന്ന് വന്നു കിട്ടിയാൽ ആളുകൾ വോട്ട് ചെയ്യാൻ കാത്തു നിൽക്കുക. മൊത്തത്തിൽ കരുവാരക്കുണ്ടിലെ 24 വാർഡിലെയും സാഹചര്യം അതാണ്. ഈ 11-ാം തീയതി വോട്ട് കഴിഞ്ഞ് 13-ാം തീയതി വോട്ട് എണ്ണുമ്പോൾ UDFിൻ്റെ ഭരണസമിതി ബഹുഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരുമെന്ന കാര്യം ഉറപ്പാണ്. ശബരിമല അയ്യപ്പൻ്റെ സ്വർണം പോലും കൊള്ളയടിച്ച LDF പ്രവർത്തകരും നേതാക്കളും ഓരോരുത്തരായി ജയിലകത്തേക്ക് പോകുമ്പോൾ മകളെ രക്ഷിക്കാനും സ്വയം രക്ഷപ്പെടാനുമായി പാർട്ടിയെയും സംസ്ഥാനത്തെ തന്നെയും BJPക്ക് അടിയറ വെച്ച മുഖ്യമന്ത്രി പിണറായിയുടെ പേര് പറഞ്ഞ് വോട്ട് ചോദിക്കാൻ എങ്ങനെ സാധിക്കുന്നു എന്നാണ് പ്രബുദ്ധ കേരളം ചോദിക്കുന്നതെന്നും ഒപ്പം 3.25 കോടിയിൽ പരം രൂപയുടെ മെയിൻ്റനൻസ് ഫണ്ടും 10 കോടി രൂപയുടെ സബ്സ്റ്റേഷൻ ഫണ്ടും ഉൾപ്പെടെ പിടിപ്പ് കേടുകൊണ്ടും അനാസ്ഥ കൊണ്ടും ഫണ്ടുകളെല്ലാം ലാപ്സാക്കി നാടിൻ്റെ വികസനം മുടക്കിയ ഗ്രാമപഞ്ചായത്തിൽ നിലവിലെ ഇടതുഭരണക്കാർക്കും വീണ്ടും ഒരു തുടർഭരണത്തിന് വോട്ട് ചോദിച്ചു വരാൻ അർഹതയുണ്ടോ എന്നാണ് ഈ ത്രിതല തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ വിശ്വാസികളായ നാട്ടുകാർ ചോദിക്കുന്നതെന്നാണ് UDF ഉന്നയിക്കുന്ന ചോദ്യം. കഴിഞ്ഞ 2025-26 സാമ്പത്തിക വർഷത്തിലെ പഞ്ചായത്തിൻ്റെ റോഡ് നോൺ റോഡ് ഇനത്തിൽ ചെലവഴിക്കേണ്ട 3,68,00,000 രൂപ പഞ്ചായത്തിൻ്റെ കെടുകാര്യസ്ഥത മൂലം ലാപ്സായിട്ടുണ്ട്. അസിസ്റ്റൻ്റ് എഞ്ചിനീയറും ഓവർസിയർമാരും കൊണ്ടുവന്ന് വർക്കിന് എസ്റ്റിമേറ്റ് ഉണ്ടാക്കലും അതിൻ്റെ ബില്ല് ശരിപ്പെടുത്തലും ചെയ്യുന്നതിന് ആളില്ലാത്തതിൻ്റെ പേരിൽ സംസ്ഥാന ഭരണം ഉപയോഗപ്പെടുത്തി AEയെയും ഓവർസിയറേയും കൊണ്ടുവന്ന് തീർക്കേണ്ടതിന് ബദൽ അത് സാധിക്കാത്തത് കൊണ്ട് ഈ നോൺ റോഡ് ഇനത്തിൽ ചെലവഴിക്കേണ്ട 3,68,00,000 രൂപ ഈ പഞ്ചായത്തിൻ്റെ പണം, പൊതുജനങ്ങളുടെ പണം ലാപ്സായിട്ടുണ്ട്. അതിൻ്റെ ഒരു അവഗണന, അതുമായി ബന്ധപ്പെട്ട ഒരുപാട് അനാസ്ഥകൾ ഈ തരിശ് വാർഡിലും പഞ്ചായത്തിലും മൊത്തത്തിലും ഉണ്ട്. തരിശ് വാർഡിലെ ഇവിടെ ഈ കുറ്റിക്കാടൻ ബാബുവാജിയുടെ ഭാഗത്തേക്ക് പോകുന്ന റോഡിലുള്ള വെള്ളക്കെട്ട് തീർക്കാൻ 10 ലക്ഷം രൂപ വേണം എന്നാവശ്യപ്പെട്ടതാണ്. അത് ഈ റോഡിനത്തിൽ കിട്ടേണ്ടതാണ്. അത് കിഴക്കത്തിലെ വാർഡ് മെമ്പറുടെ അധീനതയിൽപ്പെട്ടതായിരുന്നു. അത് അവർ മാറ്റിവെക്കുക ചെയ്തത്. അത് ചെയ്തില്ല. അതിന് പണം മാറ്റിവെച്ചു. വെച്ചിരുന്ന പണം ഒഴിവാക്കി. അതുപോലെ ഒരുപാട് പദ്ധതികൾ എണ്ണി പറയുന്നില്ല. തരിശിനോടും UDFിൻ്റെ വാർഡ് മെമ്പർമാർ ഉള്ള വാർഡിനോടും തീർച്ചയായിട്ടും ഇവർ അവസാന ഘട്ടത്തിൽ പ്രത്യേകിച്ചും അവഗണനയാണ് ചെയ്തിട്ടുള്ളത്. ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങൾ ഒന്നും ഇവിടെ ചൂണ്ടിക്കാണിക്കാനില്ല. അയ്യപ്പൻ്റെ സ്വർണം കട്ട കാര്യമൊക്കെ ആകെ കളവേ ഉള്ളൂ. മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ സംരക്ഷിക്കുക, മകളെ സംരക്ഷിക്കുക, അതുപോലെയുള്ള കാര്യങ്ങൾ. അയ്യപ്പൻ്റെ വിഗ്രഹം 2019-ലാണ്. ഇപ്പോൾ അതിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് പ്രതിയായിരിക്കുകയാണ്, 1ാം പ്രതിയായിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരെയും അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ VP ജസീറ തനിക്കും ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥിയായ N ഉണ്ണീൻകുട്ടിക്കും ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി മുസ്തഫയ്ക്കും കോണി അടയാളത്തിൽ വോട്ട് ചോദിച്ച് പ്രചരണത്തിന് ഒപ്പമുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഇടതുഭരണത്തിൽ വാർഡിന് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് UDF പ്രവർത്തകരെല്ലാം. CPMും ഭരണസമിതിയും വെക്കുന്ന ഒരു വാഗ്ദാനത്തിലും ഈ രാജ്യത്തെ ജനങ്ങൾ വഞ്ചിതരാകില്ല. കാരണം കഴിഞ്ഞ 5 വർഷം അവർക്ക് ഇവിടെ കാര്യമായി ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ് ഭരണം ഉപയോഗിച്ച് ഇവിടെ പലതും കൊണ്ടുവരാമായിരുന്നു. കരുവാരക്കുണ്ടിന് 5 കൊല്ലം കൊണ്ട് 15 കൊല്ലത്തേക്ക് പിറകോട്ടടിപ്പിക്കുകയാണ് ഈ ഭരണസമിതി ചെയ്തിട്ടുള്ളത്. അത് ജനങ്ങൾക്കറിയാം.
ജനം ഇപ്പോൾ അതിൽ ബോധവാന്മാരാണ്. എല്ലാ സ്ഥലത്തും UDFൻ്റെ അതിമുന്നേറ്റമാണ് കാണുന്നത്. ഞങ്ങളെ കൺവെൻഷനായാലും വാർഡ് കൺവെൻഷനുകളായാലും വോട്ട് ചോദിച്ച് വീട് കയറുമ്പോഴും ആളുകൾ ഇങ്ങോട്ട് വന്ന് വോട്ട് ചെയ്യാൻ തയ്യാറായി UDFന് അധികാരത്തിലേറ്റാൻ കാത്തു നിൽക്കുകയാണ്. കേരളത്തിൽ മൊത്തത്തിൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ട്, കരുവാരക്കുണ്ടിൽ അത് പ്രത്യേകിച്ചുണ്ട്. ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ നിന്ന് പോകാൻ മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അടുത്ത 2026 മെയ് മാസത്തിൽ ഇവിടെ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കും. UDF അതിശക്തമായി അധികാരത്തിൽ വരും. പക്ഷെ ആ സർക്കാരിനൊരു ബാധ്യതയാകുന്ന രൂപത്തിൽ ഇപ്പോൾ പല പ്രഖ്യാപനങ്ങളും നടത്തിയിരിക്കുകയാണ്. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കും, അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ. പോയി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിലും വോട്ട് തട്ടാനുള്ള ഇടതുപക്ഷത്തിൻ്റെ CPMൻ്റെ പിണറായിയുടെ ഒരു പ്രത്യേക രാഷ്ട്രീയ നിലപാടാണ്. അത് തൊള്ളോണ്ട് തേങ്ങാച്ചോറ് വെക്കാൻ എല്ലാവർക്കും പറ്റും. വെക്കുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ടറിയും. അവർക്ക് ആകെ കൊട്ടിഘോഷിക്കാനുള്ള ലൈഫ് ഭവന പദ്ധതിയിൽ വീട് കൊടുത്തു എന്നുള്ളതാണ്. ഇത് ഒരു മുമ്പത്തെ ഭരണസമിതിയും കൂടി തുടങ്ങി വെച്ചൊരു പദ്ധതിയാണ്. കഴിഞ്ഞ കാലത്ത് മുഹമ്മദ് മാഷ്, അതുപോലെ ഷൗക്കത്ത്, ആബിദ് അലി ഇവരൊക്കെ പ്രസിഡൻ്റായ കാലത്താണ് 63 കുടുംബങ്ങൾക്ക് വീട് വെക്കാനുള്ള സ്ഥലം കൊടുത്ത് AP ഉണ്ണികൃഷ്ണൻ വന്ന് ആധാരം കൈമാറിയത്. ആ സ്ഥലത്താണ് വീട് വെക്കുന്നത്. ഇതൊരു തുടർ പ്രൊജക്റ്റാണ്. അതിന് കേരള ഗവൺമെൻറ് ലൈഫ് ഭവന പദ്ധതി എന്ന് പേരിട്ടു. അതിൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വിഹിതമുണ്ട്, ജില്ലാ പഞ്ചായത്തിൻ്റെ വിഹിതമുണ്ട്, പഞ്ചായത്തിൻ്റെ വിഹിതമുണ്ട്, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വിഹിതമുണ്ട്. ഈ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വിഹിതം ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇതുവരെ ഭരണകക്ഷിയുടെ ആളുകളായതുകൊണ്ട് അവരെ മൂടി വെക്കുകയാണ്. ഈ കൊടുത്തു എന്ന് പറയുന്ന വീടുകളിൽ തന്നെ എത്ര വീടാണ് പൂർത്തിയായിട്ടുള്ളത്? താമസയോഗ്യമായ വീട് വളരെ എണ്ണം കുറവാണ്. എണ്ണത്തിൽ കുറേ ഉണ്ടെങ്കിലും താമസയോഗ്യമായ വീട് എണ്ണത്തിൽ വളരെ കുറവാണ്. മറ്റുള്ളതൊക്കെ ഭാഗികമായി തറട്ടതുണ്ട്, ലിൻഡിൽ വാർത്തതുണ്ട്, സ്ലാബ് വാർത്തതുണ്ട്. പണി പൂർത്തീകരിക്കാത്ത വീടുകളാണ് അധികവും ലൈഫിലുള്ളത്. അതൊന്നും കൊട്ടിഘോഷിക്കാവുന്ന ഒരു നേട്ടമല്ല. 95 ഗ്രാമപഞ്ചായത്ത് വന്നതിന് ശേഷം പഞ്ചായത്ത് രാജ് നിയമപ്രകാരം പഞ്ചായത്ത് ഭരണസമിതികൾ വന്നപ്പോൾ അന്നു മുതലേ കൊടുക്കുന്ന വ്യക്തിഗത ആനുകൂല്യത്തിൻ്റെ ഭാഗമായി ദുർബല വിഭാഗങ്ങൾക്ക് വീട് എന്നുള്ളത്. അത് ലൈഫ് എന്ന പേരിട്ടു. പണ്ട് വരെ അധികാരത്തിൽ വന്നപ്പോൾ EMS എന്ന് പേരിട്ടു. എന്നിട്ട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വിഹിതം ഇപ്പോഴും കുടിശ്ശികയായി കിടക്കുകയാണ്. അതുപോലെ പഞ്ചായത്തും അത് കൊട്ടിഘോഷിക്കുന്നല്ലാതെ അതൊരു വലിയ നേട്ടമേ അല്ല. എല്ലാ വീടുകളിൽ നിന്നും ഈ 11-ാം തീയതി ഒന്ന് വന്നു കിട്ടിയാൽ ആളുകൾ വോട്ട് ചെയ്യാൻ കാത്തു നിൽക്കുക. മൊത്തത്തിൽ കരുവാരക്കുണ്ടിലെ 24 വാർഡിലെയും സാഹചര്യം അതാണ്. ഈ 11-ാം തീയതി വോട്ട് കഴിഞ്ഞ് 13-ാം തീയതി വോട്ട് എണ്ണുമ്പോൾ UDFൻ്റെ ഭരണസമിതി ബഹുഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വരുമെന്ന കാര്യം ഉറപ്പാണ്.